എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പം നല്ല ചൂടുകാലമാണല്ലോ. വെയിലുള്ള സമയത്ത് നമുക്ക് ഉണക്കി വെക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണക്കി വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ ഇന്ന് ഉണക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങിൻ്റെ ചിപ്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 കിലോ ഉരുളക്കിഴങ്ങ് ഇന്നലെ വൈകിട്ട് പുളിയെല്ലാം ചെത്തി ചീകി ഇത് വെച്ചിട്ടാണ് ചീകിയിരിക്കുന്നത്. എന്നിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. നേരം വെളുത്ത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകി അതിൻ്റെ നൂറെല്ലാം കളഞ്ഞ് എടുത്തു വച്ചിരിക്കുന്നതാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ചിപ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആദ്യമേ നമുക്കിതിൻ്റെ തൊലി എത്തണം. ഒരു പീലർ വെച്ചിട്ടോ പിച്ചാത്തി വെച്ചിട്ടോ നമുക്ക് ഏതാണോ സൗകര്യം എളുപ്പം അത് വെച്ചിട്ട് നമ്മൾ ഈ തൊലി കളഞ്ഞെടുക്കണം. ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഒന്ന് കളഞ്ഞുകൊണ്ട് വരാമേ. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി എത്തി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ചീകണം. ചീകുന്നുടനെ ഒരേ കനത്തിലുള്ള കഷ്ണങ്ങളായിട്ട് ഇതുപോലെ വീഴും. ഇനി നമുക്കിത് ചീയെടുക്കാം. ഇങ്ങനെ ചീകിയെടുത്തു. ഇനി നമുക്ക് ഇച്ചിരി ഡിസൈൻ വേണം എങ്കിൽ അതിന് വഴിയുണ്ട്. അതിനുള്ളത് ഈ ബ്ലേഡ് കണ്ട് ഈ ബ്ലേഡ് മാറ്റിയിട്ട് ഈ ബ്ലേഡ് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ഉരുളക്കിഴങ്ങെടുത്ത് ഇങ്ങനെ ഒന്ന് ചെയ്യുക. എന്നിട്ട് ഉരുളക്കിഴങ്ങ് തിരിച്ചു പിടിച്ച് ഇങ്ങനെ ചെയ്യണം. തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും അങ്ങനെ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ 6 ആകായിട്ട് കിട്ടും. ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ചെടുത്ത് നമുക്ക് വറുത്ത ചായയുടെ കൂട്ടത്തിൽ കൊടുക്കാനായിട്ട് പറ്റും. കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവർക്ക് വൈകിട്ടത്തെ സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ചൂടുകാലം മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് മഴക്കാലത്ത് സുഖമായിട്ട് ഇതെല്ലാം ഉപയോഗിക്കാം. ഇച്ചിരി പാടാണ് ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും ചിപ്സ് തയ്യാറാക്കുന്നത്. മറ്റേ ചീകി ഇടുന്നതാണെങ്കിൽ എളുപ്പമാണ്. ചീകി ഇടുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കാണാനായിട്ടൊരു വൃത്തിയായിരിക്കും ഈ ഡിസൈൻ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ചിട്ട് നമുക്ക് തയ്യാറാക്കി വെക്കാം. ഞാൻ മറ്റേ ഇന്നലെ എല്ലാം ചെയ്തു വച്ചിരുന്നത് പ്ലെയിനായിട്ടുള്ള പീസസാണ്. ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡിസൈന് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി ഇതെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് ചീകി വെള്ളത്തിലിട്ട് വെക്കണം. രാവിലെ തന്നെ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ട് വാട്ടിയെടുക്കണം. എന്നിട്ട് നമ്മൾ വെയിലുള്ള സ്ഥലത്ത് കൊണ്ട് നിരത്തി വെക്കണം. ഓരോന്നോരോന്നായിട്ട് നിരത്തണം. കൂടുതൽ സമയം പിടിക്കും. അതുകൊണ്ട് വെയിൽ മൂക്കുന്നതിന് മുന്നേ തന്നെ നമ്മളിത് നിരത്തിയിരിക്കണം. ഇതാ നമ്മൾ ചിപ്സ് എല്ലാം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങെല്ലാം ചീയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ കഴുകണം. ഒന്നുകൂടെ കഴുകി കഴിയുമ്പോൾ ഇതിനകത്തുള്ള നൂറെല്ലാം അങ്ങ് പോകും. കഴുകിക്കൊണ്ട് വരട്ടെ. നമ്മൾ വെള്ളം തിളയ്ക്കാനായിട്ട് ഒരു ചരുവത്തിൽ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്നു. ഇത് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമുക്കിനി ഉപ്പിട്ട് കൊടുക്കണം.
ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. ഈ പൊട്ടറ്റോ ചിപ്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മുഴുവനും ഇടേണ്ട ആവശ്യമില്ല. ഒരു 60-70% വരുന്ന രീതിയിൽ ഉപ്പിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കാം. എന്നിട്ട് ഇതിനകത്താണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങിട്ട് വാട്ടിയെടുക്കുന്നത്. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ച വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അമർത്തി വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കുന്നത് പോലെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. ഇനി ഇത് ഈ ഉരുളക്കിഴങ്ങ് ഇരിക്കുന്ന ഈ വെള്ളവും നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒരു 4-5 മിനിറ്റ് നേരം നമ്മൾ വെള്ളം ഊറ്റിക്കളയാതെ അതുപോലെ തന്നെ വെക്കണം. അങ്ങനെ വരുമ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു 70-80% വെന്ത് കിട്ടും. എന്നിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇനി വെയിലത്ത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നിരത്തിയെടുക്കണം. നമുക്കിനി ഇതങ്ങ് വെള്ളം ഊറ്റിക്കളഞ്ഞ് നന്നായിട്ട് വെന്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80% വെന്തു. ഇനി ഇത് നമുക്ക് വെള്ളം അങ്ങ് ഊറ്റിക്കളയാം. ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കൊണ്ട് വന്നു. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം തുറന്നു വെക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ടെറസിൽ കൊണ്ടുപോയി നല്ല വെയിലുള്ള ഭാഗം നോക്കി നല്ല വൃത്തിയുള്ള ഒരു പ്ലാസ്റ്റിക് പേപ്പറിലോ തുണിയിലോ ഇട്ട് നമുക്കിത് ഉണങ്ങാനായിട്ട് നിരത്തി വെക്കാം. നമ്മളിതാ ഇപ്പോൾ ടെറസിൻ്റെ മുകളിലെത്തി പ്ലാസ്റ്റിക് ഇട്ടു. അതിൻ്റെ മുകളിൽ ഒരു വെളുത്ത മുണ്ട് വിരിച്ചു. പിന്നീട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് അല്ലാതെ തുണിയിലോട്ട് നമ്മളിട്ട് ഉണക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞ് പിന്നെ ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം. വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറിലോട്ട് ഇടുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്ന് നിരത്തി ഉണക്കിയെടുക്കണം. ഇങ്ങനെ ഒന്ന് നിരത്തട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. വാട്ടി വെച്ച ഉരുളക്കിഴങ്ങ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നിരത്തി. വെയിൽ വരുന്നതിന് മുന്നേ തുടങ്ങിയത്, ഒരു 6:45 തുടങ്ങിയതാണ്. പക്ഷേ ഒരു 10-45 മിനിറ്റോളം പിടിച്ചു ഇതൊന്ന് നിരത്തിയെടുക്കുന്നതിനായിട്ട്. ഓരോന്നോരോന്നായിട്ട് നമ്മൾ നിരത്തി വെച്ചില്ലെങ്കിൽ ഉണങ്ങിക്കഴിയുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിരിക്കും. വറക്കുന്ന ഉടനെ അകം മൂക്കത്തില്ല. കാണാനും കഴിക്കാനും ഒരു ടേസ്റ്റും ഭംഗിയും കാണത്തില്ല. ഇച്ചിരി മെനക്കേടാണെങ്കിലും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിരത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് കഴിയുമ്പോൾ പ്ലാസ്റ്റിക്കിൽ നിന്നെല്ലാം ഇളകി ഇങ്ങി പോരും. എന്നിട്ട് നമുക്ക് നാളെ എന്നിട്ട് കൂട്ടിയിട്ട് ഉണക്കിയാലും കുഴപ്പമില്ല, ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമുക്ക് വൈകിട്ട് ഒരു ദിവസത്തെ വെയിൽ കൊണ്ടതിന് ശേഷം എങ്ങനെയാണെന്നൊന്ന് കാണാം. നമ്മൾ രാവിലെ ഉണങ്ങുന്നതിനായിട്ട് നിരത്തിയിട്ട് പൊട്ടാറ്റോ ചിപ്സ് പകുതി ഉണങ്ങി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വെയിലൊക്കെ പോയി. ഇനി ഇതൊന്ന് പറക്കി നമുക്കൊന്ന് കൂട്ടിയെടുക്കാം. ഇതാ പ്ലാസ്റ്റിക്കിലായതുകൊണ്ട് നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കട്ടെ. നമ്മൾ 2 ദിവസം മുൻപേ ഉണങ്ങാനായിട്ട് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ ചിപ്സ് നന്നായിട്ട് ഉണങ്ങി തയ്യാറായി. 2 ദിവസത്തെ ഉണക്കുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി. ഇനി ഇത് നമുക്ക് വറുത്ത് എങ്ങനെയാണ് കഴിക്കാനായിട്ട് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ പ്ലേറ്റിൽ സ്വല്പം ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. വേറൊരു പ്ലേറ്റിൽ സ്വല്പം ഉപ്പും മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഉരുളക്കിഴങ്ങ് വറുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വിതറാനുള്ള പൊടിയാണേ. മധുരം കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഉപ്പും മുളക് പൊടിയും മാത്രം ചേർത്താൽ മതി. കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്ക് സ്വല്പം ഉപ്പ് മാത്രം വിതറി കൊടുത്താൽ മതി. ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടാണല്ലോ ഈ ചിപ്സ് തയ്യാറാക്കിയത്. എണ്ണ ചൂടാവാനായിട്ട് വെച്ചു. നമുക്കിനി ഒന്ന് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി, നമുക്കിട്ട് കൊടുക്കാം.
നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ ചിപ്സ് തയ്യാറായി. ഇനി നമുക്ക് കുറച്ച് ചിപ്സും കൂടി വറുത്തെടുക്കാം. നമ്മുടെ ഡിസൈനുള്ള ഉരുളൻകിഴങ്ങ് ഇതിനകത്ത് വറുത്ത് വന്നിട്ടുണ്ട്. ഇത് വാങ്ങിയെടുക്കാം നമുക്ക്. നമ്മുടെ ചിപ്സ് വറുത്ത് റെഡിയായി. നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ട് കൈ കൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കണമേ, എന്നാലേ അത് ശരിയാവത്തുള്ളൂ. ഇങ്ങനെ വിതറി കൊടുക്കാം. എന്നിട്ട് ഇന്ന് കുടയണം. കുടയുന്ന ഉടനെ മറുവശം വരുവാണെങ്കിൽ മറുവശത്തോട്ടും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പും മുളക് പൊടിയും ചേർത്ത് ഉള്ള ചിപ്സ് തയ്യാറായി. ഇച്ചിരി എരിവൊക്കെ വേണ്ടവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് പഞ്ചസാരയും മുളക് പൊടിയും ഉപ്പും കൂടെ വിതറി കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചൂടോടുകൂടി ഈ ചിപ്സിൻ്റെ മണ്ടയ്ക്ക് പഞ്ചസാര ഉരുകി പിടിച്ച് മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ ആകുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഉപ്പും മുളക് പൊടിയും പഞ്ചസാരയും ചേർത്ത് പൊട്ടറ്റോ ചിപ്സും, ഇത് മുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്ത് പൊട്ടറ്റോ ചിപ്സുമാണ്. വളരെ ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ 10 രൂപ കൊടുത്ത് പാക്കറ്റിനകത്തേത് വാങ്ങിച്ചു കഴിയുമ്പോൾ ആകെ 10 എണ്ണം കാണും. നന്നായിട്ട് ഒടിഞ്ഞു വരുന്നുണ്ട്. വളരെ ക്രിസ്പിയാണ്. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയുമാണ്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ളൊരു സാധനവുമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനം തന്നെയാണ് ഈ ചിപ്സ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കാനായിട്ട് നോക്കുക. ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.